Thank God for this blessed gathering. ദൈവവചന പ്രഘോഷണത്തിനായി വിശേഷാൽ വേർതിരിക്കപ്പെട്ട ഈ രാത്രിയിൽ നാം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തിനായി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ വകയുണ്ട്. We have reason to praise and thank God for the abundance of His glory and His power that is empowering us this evening. ഈ രാജ്യത്ത് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ എന്നെ പോലെ സന്ദർശകരായി ഈ രാജ്യത്തായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ഈ രാജ്യത്ത് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും വചനത്തോടുള്ള വാഞ്ചയിൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. I extend my greetings to the servants of God who are ministering in this place, to the servants of God who are visiting this place, and to each one of you who have gathered here to listen from the word of God. ഈ രാത്രിയും ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ആധികാരികതയിൽ പങ്കുവയ്ക്കുവാൻ ആവശ്യമായ ദൈവകൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോടുകൂടെയുള്ള സഹകരണം കർത്തൃനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. I pray and I request your prayers so that the word of God may be preached in its effective way. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആധാരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. The foundation of our life is the strong true word of God. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. In the word of God we see that the one who reads, follows and obeys it will be blessed. ഈ രാത്രി വചനം കേൾപ്പിക്കുവാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യമാണ്. Tonight it's a privilege for us to let you hear this word of God. ഈ രാത്രി വചനം കേൾക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. And tonight as you hear this word this will be a blessing for you. നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാണ് ഈ തിരുവചനത്തെ പ്രമാണിക്കുന്നത്. And it is equally blessing for all of us to obey this word of God. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും എന്നുള്ള വചനം പോലെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച നിമിത്തമുള്ള നന്മ അനുഭവിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? I ask you to praise God if you have found the blessing in following this word of God. ഇന്ന് രാത്രി വീണ്ടും ദൈവവചനം അനുഗ്രഹമായി നമുക്ക് വേണ്ടി പരിണമിക്കേണ്ടതിന് പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. Let us be with expectation that this word will be a blessing for us. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ രക്ഷാകരമായ വിശ്വാസം സംബന്ധിച്ചുള്ള സത്യസുവിശേഷത്തിന്റെ ചില ചിന്തകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. Last night I shared with you in brief about the saving faith. ഏത് അധമ പാപിയെയും ഉദ്ധരിച്ച് നിത്യതയുടെ അവകാശിയാക്കി തീർക്കുന്ന ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് സംക്ഷിപ്തമായി സംസാരിപ്പാൻ കഴിഞ്ഞ രാത്രി ദൈവം കൃപ ചെയ്തു. I could speak in brief about that great faith of God which can save the sinner from any depth and bring him into an eternal life. ഈ രാത്രി നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നത് യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യവും അതോടൊപ്പം തന്നെ 20-21 വാക്യങ്ങളെ ആധാരമാക്കിയാണ്. For tonight's meditation, let's turn to the epistle of Jude verses 3:20 onwards. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. Beloved, while I was very diligent to write to you concerning our common salvation, I found it necessary to write to you, exhorting you to contend earnestly for the faith which was once for all delivered to the saints. 20-21 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവേൻ. In verses 20 and 21 we read like this: But you, beloved, building yourselves up on your most holy faith, praying in the Holy Spirit, keep yourselves in the love of God, looking for the mercy of our Lord Jesus Christ unto eternal life. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി
പോരാടേണ്ടതിന്റെ ആവശ്യകത അപ്പോസ്തലൻ തന്റെ ലഘുലേഖനത്തിൽ ആധികാരികമായി ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. In this very short epistle, the apostle exhorts to us the need that we should contend earnestly for the faith which was once delivered for all saints. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധമായ വിശ്വാസം, the faith which was once for all delivered to the saints. രക്ഷാകരമായ വിശ്വാസം ഏറ്റെടുത്ത ഒരു ദൈവപൈതലിന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന വിശ്വാസ പ്രമാണം എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്തകളുടെ ആധാര വിഷയം. Tonight the prime thought of our meditation is the creed that we have received by obeying that saving faith. ഒരുപക്ഷെ നമ്മിൽ പലരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പ്രമാണം എന്നുള്ള ഒരു വിഷയത്തിൽ അഗാധമായ അറിവുണ്ടാകണമെന്നില്ല. It may not be necessary that all of us should have in-depth knowledge about the topic creed of faith. ചില പ്രത്യേക സഭാവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനയിൽ അവരുടെ വിശ്വാസ പ്രമാണം അവർ ഏറ്റുചൊല്ലാറുണ്ട്. When we look into some of the churches, we can see that they do that repeatedly in they follow the creed repeatedly in their church services. എന്നാൽ നമുക്ക് വിശ്വാസ പ്രമാണം ഇല്ലാഞ്ഞിട്ടല്ല, പലപ്പോഴും അങ്ങനെ ഒരു ആവർത്തനം നാം ചെയ്യാത്തതിൻ്റെതായ ദോഷം ഒരു പരിധിവരെ ഈ തലമുറയിൽ ഇല്ല എന്ന് പറയുവാനും കഴിയുന്നില്ല. കാരണം വിശ്വാസ പ്രമാണം സംബന്ധിച്ചുള്ള അറിവ് നമ്മുടെ ആളുകൾക്ക് വളരെ കുറവാണ്. Although we have a creed of faith in the path that we follow, it is most often that we don't repeat it. ഒരുപക്ഷെ അക്കമിട്ട് 1, 2, 3 എന്നുള്ള നിലയിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ച് വിശദീകരിപ്പാൻ നമുക്കറിയത്തില്ലെങ്കിലും നമ്മുടെ അന്തരംഗത്തിൽ ഇന്ന് രാത്രി നാം മുറുകെ പിടിക്കുന്ന വിശ്വാസ പ്രമാണത്തെ കുറിച്ച് ഒരു ഉത്തമ ബോധ്യമുണ്ടെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. And I believe in the Lord that though we may not be able to number it one after the other, I believe that we are having a true in-depth knowledge about the creed of faith that we follow. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം ശാന്തമായി വായിച്ചാൽ, when we read from the book of Deuteronomy chapter 4 verse 5 onwards, നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രേഷ്ഠത എന്തെന്നുള്ളത് ആ ഭാഗങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. It is very clearly written there what is most important for the people of Israel. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഏറ്റവും അടുത്തിരിക്കുന്ന മറ്റൊരു ജാതി ഇല്ല എന്നുള്ളത് അവരുടെ ശ്രേഷ്ഠതയായി അവിടെ എടുത്തു പറയുന്നു. One of the main privileges that they hold is that when they call out his name, he is very near to them. എന്നാൽ അവരുടെ ജീവിതവും അവരുടെ ചരിത്രവും തിരിച്ചറിയുന്ന അവരുടെ ചുറ്റും പാർക്കുന്ന ജാതികൾ അവരെ കുറിച്ച് പറയുന്ന ഒരു വിഷയം ആ വേദഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. It is also written about how the other neighbors perceive about them. അതെന്തെന്ന് ചോദിച്ചാൽ ഇത്ര ശ്രേഷ്ഠമായ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളുമുള്ള മറ്റൊരു ജാതി ഏതെന്ന് ചുറ്റുപാടും വസിക്കുന്ന ജനത ഇസ്രായേൽ മക്കളെ നോക്കി ചോദിക്കുകയാണ്. And the question what their neighbors ask is, which other nation have such a great creed and a path to follow? ലോകത്തിൽ മറ്റൊരു ജാതിക്കും ദൈവം കൊടുക്കാത്ത പ്രമാണം ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. God has given a special creed to Israel which he has not given to any other nation. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇങ്ങനെ മറ്റൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. And as the psalmist says, he hasn't done like this to any other. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. When we come into the book of Deuteronomy chapter 33 verse 2 onwards, we can see like this. അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവർ തൃക്കാൽക്കലിരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു. And over there we read that he shone forth from the mount and he had a fairy law for them. കൽപ്പലകയിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ പ്രമാണത്തെ കുറിച്ച് തിരുവചനം പ്രതിപാദിക്കുന്നത് അത്
അഗ്നിമയമായ ഒരു പ്രമാണമെന്നാണ്. And the law which was written in the stone tabernacle, the word of God refers it as a fairy law. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, the people of God who are listening to me this evening, നാം വിശ്വസിക്കുന്ന, നാം മുറുകെ പിടിക്കുന്ന, നാം പ്രഖ്യാപിക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് വെറും കൽപ്പലകകളിൽ എഴുതിയ പ്രമാണമല്ല, ഹൃദയത്തിന്റെ പലകയിൽ കുറിച്ച പ്രമാണത്തിന്റെ വക്താക്കളായ ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. I praise and thank God for the people who are the official spokespersons of such a law, which is not just engraved in the stone tablets, but in the depth of our heart. ഇന്ന് രാത്രി നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിന്റെ വലിപ്പമല്ല. The privilege that we hold this evening is not the greatness of our institution. നമ്മുടെ ലൗകിക ഭൗതിക ഉയർച്ചകളും മാന്യതകളുമല്ല നമ്മുടെ ശ്രേഷ്ഠതയായി ഇന്ന് രാത്രി നമുക്ക് എടുത്തു പറയുവാനുള്ളത്. It is not any worldly privileges that we have to be proclaimed as the greatest privilege. പ്രസ്ഥാനത്തിന്റെ വലിപ്പത്തെക്കാൾ പ്രമാണത്തിന്റെ ശ്രേഷ്ഠത ഇന്ന് രാത്രി നമുക്ക് എടുത്തു പറയുവാൻ കഴിയുന്ന കൃപയ്ക്കായി നാം കർത്താവിനെ സ്തുതിക്കുവാൻ ബാധ്യസ്ഥരാണ്. We should praise God for the privilege that He has given, so that we can talk more about the creed of faith than any other worldly greatness. ലോകപ്രകാരം നമുക്ക് എന്തെങ്കിലും എടുത്തു പറയുവാനുണ്ടെങ്കിൽ, if we have anything to say about that we have in this world, അതിനെ കവിയുന്നത് പലതും പറയുവാൻ നമ്മുടെ ചുറ്റും പാർക്കുന്ന പലർക്കും കഴിഞ്ഞെന്ന് വരും. there are many other people who are living around can say much better than that. എന്നാൽ നീയും ഞാനും മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണമുണ്ടല്ലോ, വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസമുണ്ടല്ലോ, അതിന് തുല്യമായിട്ട്, അതിന് പകരം വെക്കാൻ കൊള്ളാകുന്ന മറ്റൊന്നില്ലെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? How many of you have a stern belief that there is nothing that can win against the great creed of faith that we hold on to? നമ്മുടെ വിശ്വാസ പ്രമാണം അത് വിലയേറിയതാണ്. The creed of faith that we have is prestigious. എന്നാൽ നാം ആയിരിക്കുന്ന ഈ പ്രത്യേക തലമുറയിൽ, but in this day and age that we live in, ഓരോ പുതിയ പുതിയ പ്രമാണങ്ങൾ, പുതിയ പുതിയ ഉപദേശങ്ങൾ ദൈനംദിനം ഉരുത്തിരിയുന്ന നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. We are living in a situation where there are new types of faith and creed that develops every day. പുതിയ പുതിയ പ്രസംഗകർ, പുതിയ പുതിയ ഉപദേശങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. There are new speeches and new creeds that come out every day. മാധ്യമങ്ങളുടെ വേലിയേറ്റം നിമിത്തം ആർക്കും എന്തും പ്രചരിപ്പിക്കാവുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. Because of the greatness of media, we have come into a day and age where anyone can proclaim and preach anything. സാമുദായിക സഭകളിൽ സാധാരണ അവർ ആരാധനയിൽ പാടാറുണ്ട്, പലതരം ഉപദേശങ്ങൾ അഹോ പാരിൽ മുളച്ച് പരക്കുന്നു. In the traditional churches, they have a saying that different creeds come up in the world. കുറെ കാലങ്ങൾക്ക് മുൻപാണെങ്കിൽ നവീന ഉപദേശങ്ങളൊക്കെ കടന്നു വരുവാൻ ഒരു കാലഘട്ടത്തിന്റെ ദൈർഘ്യം എപ്പോഴും എടുത്തിട്ടുണ്ട്. If we look into the previous years, there is a limitation to such creeds which can come up. എന്നാൽ ഈ നാളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഉപദേശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. But as we look into the day that we live in, there is a new creed, there is a new faith that's being sprung out. ഉപദേശം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഓരോ ദിവസവും പുറത്തു വരുന്ന ദുരുപദേശങ്ങളുടെ പട്ടിക വളരെ നീളുന്നതാണെന്ന് കണ്ണു തുറന്ന് കാണുന്ന, കാതു തുറന്ന് കേൾക്കുന്ന ദൈവമക്കൾക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. More than saying it as a creed, I must say it, those are false teachings that are coming out each day. ഈ നാളുകളെ കുറിച്ച് തിരുവചനത്തിന്റെ മുന്നറിയിപ്പ് വിവിധ ഭാഗങ്ങളിൽ, വാക്യങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. The word of God has clearly instructed about these days in the word of God. പത്രോസ് അപ്പോസ്തലൻ തന്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്. Apostle Peter has mentioned like this in the book of 2 Peter chapter 2 verse 1 onwards. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ ഉപദേശിച്ചുകൊണ്ട് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യും.
അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. They will read like this, but there were also false prophets among the people, even as there will be false teachers among you, who will secretly bring in destructive heresies, even denying the Lord who bought them, and bring on themselves swift destruction. And many will follow their destructive ways, because of whom the way of truth will be blasphemed. But covetousness they will exploit you with deceptive words for a long time. Their judgment has not been idle, and their destruction does not slumber. ഇന്ന് രാത്രി ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. Tonight you must pay a great attention to the word of God that I am speaking here. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന ദുരുപദേശങ്ങളെ കുറിച്ച്, ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പത്രോസ് ഈ ഭാഗത്തും പൗലോസ് മറ്റു പല വേദഭാഗങ്ങളിലും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. There had the Apostle Peter and Apostle Paul has clearly mentioned about the false teachings and the false prophets which will come in the end days. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്നതും, and there we read that the Lord who bought them, സത്യമാർഗത്തെ ദുഷിക്കുന്നതും, and denying the faith that they follow, ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കുകൊണ്ട് ജനത്തെ ചൂഷണം ചെയ്യുന്നതുമായ ഉപദേഷ്ടാക്കന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽ ഇന്ന് രാത്രി ദൈവവചനം ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നു. നാം സൂക്ഷ്മതയുള്ളവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. We should pay a great watch to the Christian life that we live in, because there are people who will exploit with deceptive words. നമുക്കറിയാം, ആദിമ കാലഘട്ടം തുടങ്ങി സഭയ്ക്കകത്ത് ദുരുപദേശത്തിന്റെ വേലിയേറ്റം ഉണ്ടായിട്ടുണ്ട്. From the beginning of the church until now, there have been false teachers in the church. അപ്പോസ്തലന്മാർ എഴുതിയ ഓരോ ലേഖനങ്ങളും ഏതെങ്കിലും ഒന്നോ അതിലധികമോ ആയ ദുരുപദേശങ്ങളുടെ ഖണ്ഡനമാണെന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. We can understand from the word of God that the epistles condemned one or more than one false teaching. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള ദൂതിലും നമുക്ക് കാണുവാൻ കഴിയുന്നു നിക്കോലാവിയരുടെ ഉപദേശം, അതുപോലെ തന്നെ ബിലിയാമിന്റെ ഉപദേശം, ഇസബേലിന്റെ ഉപദേശം തുടങ്ങി അനേക ദുരുപദേശങ്ങൾ സഭയ്ക്കകത്തേക്ക് കടന്നു കയറിയിട്ടുണ്ട്. Even we see in the book of Revelation, in the letters of the churches, there are people who held on to the faith of Nicolaitans and so on. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതൊരു കാലഘട്ടത്തെക്കാളും ദൈവ ജനത്തെ വഴിതെറ്റിക്കുന്ന ദുരുപദേശങ്ങളുടെ വേലിയേറ്റം ആത്മീയ മണ്ഡലത്തിൽ അതിപ്രസരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. People of God, we must understand that we live in a day where there is a great exploitation of false teachings. ഈ കാലഘട്ടങ്ങളിലെ ദുരുപദേശങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, as we understand about the false teachings that are spread in today's day, ഈ ദുരുപദേശങ്ങളും ദുരുപദേഷ്ടാക്കന്മാരും ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ്. What we see is that these false teachers with their false teachings separate people from God. ലോകവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ദൈവജനത്തെ തിരിച്ചുവിടുന്ന ഉപദേഷ്ടാക്കന്മാരാണ് ഈ തലമുറയിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത്. The teachers that are rising out in this world bring people into close contact with the world. ദൈവജനത്തെ കൊണ്ട് പിശാചിന്റെ തൊഴുത്തിൽ കെട്ടുന്ന ഉപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ആയിരിക്കുന്നത്. What we see is these prophets bring people under the control of Satan. ഒന്നുകൂടെ ആ ഭാഗം ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്തകൾക്കായി ഞാൻ പ്രസ്താവിക്കുകയാണ്. I would like to repeat once again for your understanding. ആധുനികതയുടെ പല ഉപദേശങ്ങളും ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി ലോകവുമായി ബാന്ധവത്തിൽ ഏർപ്പെടുത്തി പിശാചിന്റെ തൊഴുത്തിൽ കണ്ട് കെട്ടുന്നത് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു തലമുറയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഇന്ന് രാത്രി ദൈവമക്കൾക്കുണ്ടാകണം. We are living in a world where we can't understand that these teachers bring us under the control of Satan and take us away from the connection with God. സഭാചരിത്രം പഠിക്കുന്ന നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. As we study the church history, we can understand something. പീഡനങ്ങളെക്കാളുപരി സഭയ്ക്ക് മാരകമായ കേടുവരുത്തിയിട്ടുള്ളത് ദുരുപദേശങ്ങളും ദുരുപദേഷ്ടാക്കന്മാരുമാണ്. What we understand is that these false teachings have caused great consequence to the church than anything else. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനപരമായ സത്യങ്ങളെ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് വാക്ചാതുര്യത്തിൽ അവരുടെ ഉപദേശങ്ങളിലൂടെ
ജനത്തെ വഞ്ചിക്കുന്ന ഒരു കൂട്ടം ഉപദേഷ്ടാക്കന്മാരുടെ കാലഘട്ടമാണിത്. This day is a day where false teachers with their covetousness exploit the people and turn them away. സാമ്പത്തിക ഭദ്രതയുടെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജനത്തെ ദൈവപ്രമാണത്തിന് വിരുദ്ധമായി മോഹത്തിന്റെ വലയിലാക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. We can see that these people use deceptive words about financial stability and they take away their attention of people from God. മോഹിക്കരുതെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശത്തിന്റെ കടയ്ക്ക് അതിന്റെ അടിസ്ഥാനത്തിന് കത്തിവെച്ചുകൊണ്ട് ആളുകളെ മോഹത്തിലേക്കും തുടർന്ന് മോഹഭംഗത്തിലേക്കും ഇങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാർ തള്ളിവിടുകയാണ്. What we see is that these false prophets take the people into worldly desires and they lead them into such paths. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്നുള്ള ദൈവിക പ്രമാണത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ല, കൃപയ്ക്കകത്താണ് നീ എന്ന് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളുടെ പിന്നാലെ ജനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. What we see in the word of God is that we should stand unto death to fight for our faith. But what these teachers say is that you can do anything under the grace covenant. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കാൽവറിയിൽ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവിനെ കാണുവാൻ കഴിയാതെ ക്രൂശിൽ കിടക്കുന്നത് പരാജയപ്പെട്ട ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കുമ്പോൾ അതിന് ആമേൻ പറയുവാൻ ആളുകൾ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. The day that we live in is a day when we see not the victorious Christ on the cross, but a Christ who has fallen and failed on the cross. അകത്ത് വാണിഭം നടന്നാലും കുഴപ്പമില്ല, പുറത്ത് രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും ഉണ്ടെങ്കിൽ മതിയെന്ന് പ്രതിപാദിക്കുന്ന പ്രസംഗകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. We see that the numbers of the preachers have increased who say whatever happens inside, as long as you have the blood of the lamb on your doorstep, you will be saved. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൈവമക്കളോട് പറയാനുള്ളത്, what I want to say by the power of the Holy Spirit is this: വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസമുണ്ടല്ലോ, വിശ്വാസ പ്രമാണമുണ്ടല്ലോ, അത് അതിവിശുദ്ധമായ വിശ്വാസ പ്രമാണമാണ്. What I want to say is that the faith that was once given, once delivered to the saints is a holy faith. പ്രസംഗകന്റെ താല്പര്യത്തിനനുസരിച്ചും സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും മാറ്റിമറിക്കാവുന്ന ഒരു പ്രമാണമല്ല ദൈവത്തിന്റെ നിത്യ പ്രമാണമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. I declare by the power of the Holy Spirit that the creed which He has given to us is not something which we can change according to our personal desire. ഈ വിശ്വാസ പ്രമാണം സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാം. I would like to speak three things about this creed of faith. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് profess the true faith or true doctrine. നാം വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ സത്യ പ്രമാണമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. The first thing that I want to make sure and I want to speak to you is that we must profess that the creed that we hold is true. എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നതിൽ സംതൃപ്തരായിരിക്കാൻ നാം ആഗ്രഹിക്കരുത്. We must not be content in just believing anything that we hear. വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലിടയായി തീരണം. We must be able to believe and hold on to what is worthy. ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് what we profess is important than what we possess എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം അവകാശമാക്കിയിട്ടുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് നാം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. One thinker has said like this: it is important what we profess and not what we possess. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് നേട്ടങ്ങളുടെ പട്ടിക നിരത്തുവാനുണ്ടായിരിക്കും. Although we may have a great list of achievements in our life, എന്നാൽ നമ്മുടെ എല്ലാ നേട്ടങ്ങളും ഒരു ദിവസം കൈവെടിയേണ്ടതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. but there will be a day that we must leave all these achievements. നഗ്നനായി വന്നു നഗ്നനായി പോകുന്നു എന്നുള്ള ആ പ്രഖ്യാപനവുമായി നേട്ടങ്ങളെ കൈവെടിഞ്ഞ് ഒരു ദിവസം നമ്മളെല്ലാവരും പോകും. As the word of God says, I came naked into this world and such that I will go. We must leave all achievements that we once had. നിത്യതയിലും നമ്മെ അനുഗമിക്കുന്നത് നാം മുറുകെ പിടിക്കുന്ന സത്യ പ്രമാണമാണെന്നുള്ളത് ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. But we must not forget the fact that what
follows us till eternity is the creed of faith that we have. ദൈവത്തിന്റെ നിത്യമായ പ്രമാണത്തിനെതിരായി ദുരുപദേശങ്ങളുടെ വേലിയേറ്റമുണ്ടായപ്പോൾ, and when there was a strong rise of false teachings against this creed of faith, ആദിമഭക്തന്മാർ AD 325 നൈഷ്യ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി. The saints who lived in the AD 930, they gathered against it. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അവർ എഴുതി വെച്ചു. അതാണ് നിക്കാ വിശ്വാസ പ്രമാണമെന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്ന ആ പ്രമാണരേഖ. And they wrote the fundamentals of faith, and that is known as the creed of Nicea. അതിനെ തുടർന്ന് പലവട്ടം പിതാക്കന്മാർ ഒരുമിച്ച് കൂടി ക്രിസ്തീയ വിശ്വാസം അത് അടുക്കനും ചുറ്റയ്ക്കും കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. They gathered many times after that, and they tried to put in order these fundamentals of faith that we have. എന്നാൽ റിഫോർമേഷന്റെ കാലയളവായപ്പോൾ, നവീകരണത്തിന്റെ കാലഘട്ടം വന്നപ്പോൾ, ദൈവത്തിന്റെ ഭക്തന്മാര് ക്രിസ്തീയ വിശ്വാസ പ്രമാണം 5 ലാറ്റിൻ പദങ്ങളിൽ അവർ ഒതുക്കിക്കൊണ്ട് സംസാരിക്കുവാനിടയായി തീർന്നു. But when we came into the age of Reformation, these servants of God concluded these fundamentals into 5 Latin words. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയായി അവർ പറഞ്ഞത് ഇതാണ്: സോളാ സ്ക്രിപ്ചറാ, വിശ്വാസത്തിന്റെ അടിസ്ഥാനം തിരുവെഴുത്തു മാത്രം എന്നുള്ള പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. The first fundamental that they proclaimed is sola scriptura, which means that the word of God is the fundamental of our faith. ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തിന്റെ ആധികാരികത, പ്രിയമുള്ളവരെ, തിരുവെഴുത്തിൽ അധിഷ്ഠിതമാണ്. The importance of the word of God is clearly written in the Bible. അവർ വിളിച്ചു പറഞ്ഞത് ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തിന്റെ ആധികാരികത പാരമ്പര്യത്തിലല്ല അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. The fundamental of the Christian faith is not entrusted in the tradition that we have. നമ്മുടെ കരങ്ങളിൽ നൽകപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ഉണ്ടല്ലോ, but the word of God which has given in our hands, ആ പുസ്തകമാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത്. This Bible is the ultimate document that contains the fundamental of our faith. ഏതൊരു കാലഘട്ടത്തിലും ദുരുപദേഷ്ടാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത് അവരുടെ അനുഭവങ്ങൾ, അവരുടെ ചിന്തകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ തിരുവചനത്തിന് തത്തുല്യമായി കൊണ്ടുവരിക എന്നുള്ള പ്രത്യേക പദ്ധതിയാണ്. In the days of the past, what we can see is these false teachers have written books which they try to compare with this word of God. എന്നാൽ ഇന്ന് രാത്രി വചനം കയ്യിലേന്തിയ ദൈവമക്കൾ അഭിമാനത്തോടെ പറയണം, എന്റെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം മറ്റൊരു പുസ്തകവുമല്ല, എന്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. But the people of God who follow this faith should proclaim that the fundamental of my faith is not any other book but this living word of God. ഈ തിരുവെഴുത്ത് സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. This word of God is eternally established in the presence of God. തിരുവചനം നമ്മോട് പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനം ഉള്ളതാകുന്നു. The word of God clearly says that every word of God spoken and written is breathed by God, so we must follow this word of God. രാത്രി നമ്മുടെ കരങ്ങളിൽ എന്തുന്ന തിരുവെഴുത്തുണ്ടല്ലോ, എനിക്കും നിനക്കും ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ അടങ്ങിയ തിരുവചനമാണെന്നുള്ളത് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? We must clearly understand that this word of God that we hold contains everything that we need in our daily living. ഈ തിരുവെഴുത്തിനെ ഇന്ന് രാത്രി മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. We must be able to get hold of this word of ഈ God. തിരുവെഴുത്തിനെ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ കഴിയണം. We must be able to lift this word of God. ഈ തിരുവെഴുത്തിനെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം. We must be able to declare about this word of God. ഈ തിരുവെഴുത്താണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ആധികാരിക ഗ്രന്ഥം. This word of God is the ultimate document of our fundamentals of faith. പിതാക്കന്മാർ അടുത്തതായിട്ട് വിളിച്ചു പറഞ്ഞു, സോളാ ഫിഡെ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് അലോൺ, വിശ്വാസ പ്രമാണം. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല, കർമ്മങ്ങളിൽ അധിഷ്ഠിതമല്ല, വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. The next thing what they declared is sola fide, which means faith is not in any act that we commit, but it is just in faith alone. മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക്
വിശ്വാസം മാത്രം ആധാരമെന്ന് ശക്തിയോടെ ദൈവത്തിന്റെ ഭക്തന്മാർ വിളിച്ചു പറഞ്ഞു. They declared strongly that there is nothing that can supplement the deliverance of someone but the word of God alone. അതാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികളും കാരണമല്ല. That is the reason the word of God clearly says to us that we are saved by faith and not by deeds. നവീകരണ കാലഘട്ടത്തിൽ പാപമോചന ചീട്ടുകൾ വിറ്റ് പണമുണ്ടാക്കി മനുഷ്യന്റെ പാപം മോചിക്കപ്പെടുന്നുവെന്ന് പറഞ്ഞ് സഭ അധപ്പതനത്തിലേക്കും അന്ധകാരത്തിലേക്കും ഇറങ്ങിപ്പോയപ്പോൾ ദൈവത്തിന്റെ ഭക്തൻ എന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. In the days of Reformation, when the church started to go into the dark ages, the people of God, the saints of God declared that the righteous shall live by faith. ഈ രാത്രി ദൈവമക്കളെ, നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത് നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ല, വിശ്വാസത്താൽ മാത്രം രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞ ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? People of God who have earned their righteousness just by faith can praise their Lord. മൂന്നാമത് ദൈവത്തിന്റെ ദാസന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സോളോ ക്രിസ്റ്റോ, ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം. The third thing that they declared is sola Christo, which means Christ alone. രക്ഷയ്ക്ക് പല മുഖാന്തരങ്ങൾ ആകാമെന്നുള്ള ചിന്തകളുടെ നടുവിൽ അഭിഷക്ത ഗണങ്ങൾ അന്നത്തെ തലമുറയോട് വിളിച്ചു പറയുകയാണ്, രക്ഷയ്ക്ക് ഏകമാർഗം അത് യേശു മാത്രം. At that day when there were many people who declared that righteousness can be earned in many ways, the saints of God declared that there is none alone who can save but Jesus himself. ഇന്ന് രാത്രി നമുക്ക് തന്നിടത്തോടെ പറയുവാൻ കഴിയുമോ, ഏകമാർഗം യേശു മാത്രമെന്ന്? Can we declare boldly this evening that Jesus is the only way to be saved? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മധ്യേ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് ഇന്ന് രാത്രി തന്റെ ഇടത്തോടെ പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? How many of us can truly say that there is salvation in none other but there is only one name under heaven which can save us? ഇത് പറയുമ്പോഴാണ് പലർക്കും പ്രയാസം ഉണ്ടാകുന്നത്. Many people get upset when we say this. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്നുള്ള ചോദ്യമാണ് അവർ പറയുന്നത്. The question they ask is, why do you say like that? അങ്ങനെ നമ്മൾ പറയുവാനുള്ള കാരണങ്ങൾ പലതുണ്ട്. There are many reasons why we say like that. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നുവരെ മറ്റൊരുത്തനും ഞാൻ രക്ഷകനാണെന്ന് അവകാശം പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. One of the main reasons that we boldly say is because no one else was able to say that I can save. നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. It is only our Christ who has declared that I am the way, the truth and the life. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് എന്റെ യേശു അല്ലാതെ മറ്റൊരുത്തനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇനി മേലാൽ പറയത്തുമില്ല. None alone other than Jesus has declared I am the resurrection and life. ഈ രാത്രി ദൈവമക്കളാകുന്ന നമ്മളെ ഇവിടെ ഇരുന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, യേശു മാത്രം രക്ഷകൻ. Tonight as we hear this word of God from our experience, we say Jesus alone can save. യേശു മാത്രം രക്ഷകൻ. He alone is the savior. രക്ഷ സംബന്ധിച്ച് സുവിശേഷം സംബന്ധിച്ചൊക്കെ വരുമ്പോൾ പ്രധാനപ്പെട്ട 3 ചിന്തകളുണ്ട്. There are 3 main things when we understand that topic. അതിലെ നാം മുറുകെ പിടിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് എക്സ്ക്ലൂസിവിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ചിന്തയാണ്. What we hold strong is the part called exclusivism. അവിടെയാണ് നമ്മൾ പറയുന്നത് യേശു മാത്രം രക്ഷകനെന്ന്. It is there we say that Jesus alone is the savior. അത് പറയുമ്പോൾ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. No need to get upset when we say that. ഈ ഭൂമിക്ക് വെളിച്ചം നൽകുവാൻ, ചൂട് നൽകുവാൻ ഒറ്റ സൂര്യനെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആർക്കും വിഷമമൊന്നുമില്ല. No one gets upset when we say that there is only one sun who can give light and heat to this world. മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ശ്വാസോച്ഛ്വാസത്തിൽ അവൻ ആവശ്യമായത് ഓക്സിജൻ മാത്രമാണെന്ന് പറയുമ്പോൾ ആർക്കും വലിയ വിഷമമില്ല. No one gets upset when we say that the humans can breathe only through oxygen, only by oxygen. എന്നാൽ പാപിക്ക് രക്ഷകനായി പിറന്ന ഒറ്റ രക്ഷകനെ ഉള്ളുവെന്ന് പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അത് നഗ്നമായ സത്യമാണ്, യേശു മാത്രം രക്ഷകൻ. There is no need to get upset when we say that there is no other savior that can save this world but Jesus alone. ആൾ ദൈവങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
We are living in a day where there are so many human gods. മറ്റു മതങ്ങളിലും സാമൂഹ്യ വ്യവസ്ഥിതികളിലും മാത്രമല്ല ആത്മീയ ലോകത്ത് തന്നെ ആൾ ദൈവങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. Not just in the other religions, but in the Christian faith itself. We are living in a time where human gods are coming up. ഇന്ന് പലർക്കും ക്രിസ്തുവല്ല വിഷയം, നേതാക്കന്മാരും പ്രസംഗകരുമാണ് വിഷയം. Today what we see is people give importance to leaders than to Christ. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മറ്റാരുമല്ല നമുക്ക് വിഷയം, നമ്മുടെ കർത്താവാണ് നമ്മുടെ വിഷയം. Tonight let me say, none else bothers to us as much as Christ is. ഇത് സംഭവിക്കുമെന്ന് മുന്നറിഞ്ഞ പൗലോസാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. As Paul knew forehand that this would happen in the church, he wrote in book of 2 Corinthians chapter 11 like this. ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുകയാണ്. He says like this, I am burning with a great desire of Christ. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. He says, I am greatly afraid that someone might steal away the jealous and zealous that you have for the Christ. പ്രിയമുള്ളവരെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, just like how the serpent deceived Eve. ഇന്ന് രാത്രി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, just like how the Satan deceived Eve. ക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായിരിക്കേണ്ട സഭയെ ഈ ദിവസങ്ങളിൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങളുടെ നടുവിൽ, ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ക്രിസ്തുവിനോടുള്ള നിർമ്മലത, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ദൈവമക്കൾ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. And I exhort you by the power of the Holy Spirit that we should not leave what we hold on with the true faith. Solo Christo, Christ alone. ക്രിസ്തു മാത്രം രക്ഷകൻ. Solo Christo means Christ alone. പിതാക്കന്മാരെടുത്തെടുത്തു പറഞ്ഞത് സോളാ ഗ്രേഷ്യ, ഗ്രേസ് അലോൺ, കൃപയാൽ മാത്രം ആത്മരക്ഷ എന്നുള്ള വിഷയമാണ്. What they said next is sola gratia, which means grace alone can give us. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. As we look into the book of Titus chapter 3 verse 5 onwards, അവൻ നമ്മെ രക്ഷിച്ചത് നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല. There we see that he has saved us not by the works of our righteousness. ഇന്ന് രാത്രി നമ്മൾ ആരും അവകാശപ്പെടുകയില്ല നീതി പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടവരാണെന്ന്. No one else can say that we are saved by works of righteousness. ഇന്ന് രാത്രി നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും, ദൈവം തന്റെ കൃപയാൽ എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. ആ കൃപ അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? We can boldly say that we are saved not by works of righteousness but by grace alone. പ്രിയമുള്ളവരെ, രക്ഷ കൃപയാൽ ദൈവം നമുക്ക് ദാനം നൽകുന്നതാണ്. This great privilege was given to us through grace. നമ്മുടെ പ്രവൃത്തികളൊന്നും അതിന് കാരണമല്ല. None of our works will contribute to it. നമ്മുടെ കർമാചാരങ്ങളൊന്നും അതിന് കാരണമല്ല. Any karma that we do will not contribute. ആചരിച്ചു വരുന്ന കൂദാശകളൊന്നും ഒരു കാരണമല്ല. Any traditions that we follow will not contribute to it. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യുന്ന കർമ്മങ്ങളും കൂദാശകളും നമുക്ക് ആത്മരക്ഷ നൽകി തരികയില്ല. None of the traditions that we follow will give us eternal faith. മരണശേഷം 21-ാമത്തെ ദിവസമോ 40-ാമത്തെ ദിവസമോ ഒക്കെ നടത്തുന്ന കൂദാശയിലൂടെ കുട്ടി നരകത്തിൽ നിന്ന് നിന്നെ പൊക്കി അങ്ങ് സ്വർഗത്തിലെത്തിക്കാമെന്നുള്ള ചിന്ത തന്നെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മൂഢ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്ന് ഇന്ന് രാത്രി കൃപയാലുള്ള രക്ഷയുടെ അവകാശിയായി നീ മാറ്റപ്പെടണം. And the word of God clearly says that we should come out of that idle belief that any deeds after death can save us, but we should come into the light of the word of God. ഒരു കാലത്ത് നമ്മളിൽ പലരും അങ്ങനെയുള്ള മൂഢ സ്വർഗത്തിൽ ജീവിച്ചവരാണ്. There was a time when many of us followed such ignorant traditions. ദുരുപദേശങ്ങളാൽ വഴിതെറ്റപ്പെട്ടവരാണ്. We were led away by false teachings. നേതൃത്വങ്ങൾ പലതും നമ്മുടെ കണ്ണിനെ അന്ധമാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. The leaders with their false teachings had blinded our eyes. എന്നാൽ സുവിശേഷത്തിന്റെ വെളിച്ചം ഒരു ദിവസം നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്നു. But the light of this word of God has brought our inner eyes into light. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പ്രതിമയുടെ പ്രകാശം നമ്മുടെ അകത്ത് വ്യാപരിച്ച ദൈവസ്നേഹത്തിനായി ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം.
The people of God should praise God for the light which has fallen in our inner heart. ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, when the prince of this world darkens the light of the people, നമ്മുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ നമ്മുടെ അരികിൽ അണഞ്ഞു. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത്. The great privilege of our life is that Jesus came to us to enlighten us. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്നെ ആത്മീയ തിമിരം ബാധിപ്പിച്ചുകൊണ്ട് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ നിന്നെ അന്ധകാരത്തിലാക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഈ രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ ഹോളിന്റെ നടുവിലുണ്ട്. The power of the Jesus is happening right in this place to bring you out of the darkness which blinds you from the light of Jesus. നിനക്ക് രക്ഷ എന്ന് പറയുന്നത് ദൈവം തന്റെ കൃപയാൽ ദാനമായി നൽകുന്ന രക്ഷയാണ്. We can achieve grace only by the gift of God. പിതാക്കന്മാർ വിശ്വാസ പ്രമാണത്തിന്റെ അടുത്ത പടി ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്. What they said next is this: Soli Deo Gloria, glory to God only. ദൈവത്തിന് മാത്രം മഹത്വം, ദൈവത്തിന് മാത്രം ആരാധന. What they said next is Soli Deo Gloria, which means God alone deserves praise. ദൈവത്തിന്റെ മഹത്വം ഒരുപാട് പേര് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. We see that many people are stealing the glory of God. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നാം പ്രസംഗിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള തിരുവചനത്തിന്റെ സത്യങ്ങളുണ്ട്. There are teachings of this word of God that we preach exclusively. എന്നാൽ ആധുനികതയിൽ അനേക ആളുകളും ഒരു പടി മുന്നോട്ടിറങ്ങിയിട്ട് ഇൻക്ലൂസിവിസം, എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാം എന്നുള്ള ഒരു വിശാല മനോഭാവത്തിലേക്ക് കാര്യങ്ങളെ നീക്കി കഴിഞ്ഞു. But many people try this method of inclusiveness where they say we can include every category of people. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പടി കൂടെ മുന്നോട്ട് പോയിട്ട് അവർ പറയുന്നതെന്നറിയാമോ? എക്സ്ക്ലൂസീവ്സവുമല്ല, ഇൻക്ലൂസീവ്സവുമല്ല, പ്ലൂറലിസം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. But there are some other category of people who does not belong to exclusiveness or inclusiveness, but they say it is pluralism, which means we can include everyone, all are one. എല്ലാ നദികളും ഒഴുകി ഒരു സമുദ്രത്തിൽ ചെല്ലുമെന്നുള്ള ഒരു ആധ്യാത്മിക ചിന്തയിൽ ഇന്നത്തെ ആത്മീയ സമൂഹം പോലും വഴുതിപ്പോയിരിക്കുകയാണ്. What they hold on to the thought is that every lake falls into the sea, and such that they say everyone can come under one. നമ്മുടെ മലയാള നാട്ടിൽ ആത്മീക നവീകരണത്തിന് ഒരു പരിധിവരെ മുഖാന്തരമായി തീർന്ന പ്രസ്ഥാനത്തിന്റെ തലവന്മാരൊക്കെ ചെന്ന അമ്മമാരെ കെട്ടിപ്പിടിച്ച് ആ കെട്ടിപ്പിടിച്ച സമയത്ത് എനിക്ക് വലിയ ആത്മീയ അനുഭൂതി ഉണ്ടായി എന്നൊക്കെ പരസ്യ പ്രസ്താവന നടത്തുന്ന നിലയിലുള്ള അധപ്പതനത്തിലേക്ക് ക്രൈസ്തവ ലോകം ഇറങ്ങിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. What we see back home is that many of our Christian leaders have fallen from what they teach and they have gone into different ways. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട നാളുകളാണ്. But these are the days that we should rise up. സത്യത്തിന്റെ പ്രചാരകരായി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ദൈവമക്കളെ നമ്മുടെ അകത്തുണ്ടാകണം. We should have that strong belief that we are kept as the spokespersons of truth. മഹത്വം ദൈവത്തിനും മാത്രം പോകേണ്ടതാണ്. The glory should go to God alone. ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. Worship belongs to God alone. കർത്താവ് അഭിമുഖീകരിച്ച പരീക്ഷണങ്ങളിൽ പിശാച് പറയുകയാണ്, നീ വീണ ഒന്ന് എന്നെ നമസ്കരിച്ചാൽ ഇത് മൊത്തം തരാം. When Jesus was tempted, Satan told him like this: if you just fall down and worship me, I will give you everything. പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി പിശാച് ദൈവത്തിന്റെ മഹത്വം പല മുഖാന്തരങ്ങളിലൂടെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ, although by knowingly or publicly, there are many ways in which the devil is capturing the glory of God. ദൈവമക്കളെ നമുക്ക് പറയുവാൻ കഴിയണം, ആരാധന ദൈവത്തിന് മാത്രം, മഹത്വം ദൈവത്തിന് മാത്രം. We should be able to say that worship belongs to God, glory belongs to God alone. കർത്താവ് പറഞ്ഞ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. What we see as the reply of Jesus is that you must worship God alone, as it is written in the word of God. ചില വ്യക്തികളോട് നിങ്ങളുടെ ആരാധന സംബന്ധിച്ച് ഒരു അവലോകനത്തിന് തയ്യാറാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. The Holy Spirit is speaking to some people
to examine the way of your worship. സഹോദരാ സഹോദരി, നിന്റെ ആരാധന ഈ ദിവസങ്ങളിൽ ജീവനുള്ള ദൈവത്തിനാണോ എന്നുള്ളത് ഇന്ന് രാത്രി നീ ചിന്തിക്കേണ്ട വിഷയമാണ്. You must examine whether your worship belongs to the true and living God. നീ ആരാധിക്കുന്നു എന്നുള്ളതിലല്ല, ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നുവെന്ന് പറയുവാൻ ഇന്ന് രാത്രി നിനക്ക് കഴിയണം. You must be able to say that you are worshiping the true living God. ശമരിയക്കാരിയുമായിട്ടുള്ള സംഭാഷണത്തിൽ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. It is very important to note the words Jesus spoke to that woman from Samaria. ശമരിയക്കാരി പറയുകയാണ്, യഹൂദന്മാർ ആ മലയിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. She replies to him like this: the Jews worship in that mount and we worship in this place. ആ മലയിൽ ആരാധിക്കുന്നതാണോ ശരി, ഈ മലയിൽ ആരാധിക്കുന്നതാണോ ശരി? Which is right, whether to worship there or here? കർത്താവ് പറയുകയാണ്, ആ മലയിലുമല്ല ആരാധിക്കേണ്ടത്, ഈ മലയിലുമല്ല ആരാധിക്കേണ്ടത്. Jesus replies to her, what you worship there and what you worship here is not right. എന്ന് പറഞ്ഞാൽ മലയിലോ മലമുകളിൽ പണിയപ്പെട്ട മണി സൗധത്തിലോ അല്ല ആരാധനയുടെ ശ്രേഷ്ഠത ഇരിക്കുന്നത്. What Jesus is trying to say is the glory of worship does not lie in any mount or any structures created on a mountain. കോടികൾ മുടക്കി പണിത വലിയ വലിയ കത്തീഡ്രലുകളിലല്ല ദൈവത്തിന് പ്രസാദമുള്ളത്. It is not pleased in the big cathedrals which are constructed. കർത്താവ് പറയുന്നത് എന്നറിയാമോ? സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. What Jesus says is that true worshippers worship him in truth and faith. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്നുള്ളത് ദൈവവചനത്തിന്റെ ഖണ്ഡിതമായ പ്രമാണമാണ് സഹോദര. It is the creed of faith to obey that God is spirit and we must worship him in spirit and truth. നീ ഒരു സത്യ നമസ്കാരിയാണോ എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. The Holy Spirit is asking, are you a true worshipper? പ്രിയമുള്ളവരെ, സത്യാരാധനയുണ്ട്, മിഥ്യാരാധനയുണ്ട്, വ്യർത്ഥമായ ആരാധനയുണ്ട്. There are different kinds of worships. സത്യാരാധന, മിഥ്യാരാധന, വ്യർത്ഥമായ ആരാധന. There is a true worship, there is a false worship, and there is an ignorant worship. Vain worship. ഈ രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയാമോ? നാം മിഥ്യാരാധനക്കാരോ വ്യർത്ഥ ആരാധനക്കാരോ ആകാതെ സത്യാരാധനക്കാരായി ഈ തലമുറയിൽ കർത്താവിനെ സേവിക്കണമെന്നുള്ളതാണ്. What we must do is not be the category of vain worshippers, but we should be in the category of true faith worshippers. ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ഞാൻ പറയട്ടെ. Let me speak in the authority of the word of God. Profess the true faith. സത്യവിശ്വാസ പ്രമാണത്തെ നാം വിശ്വസിച്ചേറ്റെടുക്കണം. We must hold on to the truth and we must profess it. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണം സംബന്ധിച്ച് preach the true faith. സത്യവിശ്വാസ പ്രമാണം നാം പ്രസംഗിക്കണം. The second thing about this creed of faith is that we must preach this faith. തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ സംസാരിക്കുന്നു. When he writes the epistle of Timothy, Apostle Paul says like this. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. And he says like this, by preaching the gospel in utmost faith. ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക എന്നുള്ള ചിന്ത. And he says and exhorts, be able to stand by prophesying this true faith. പൗലോസ് തുടർന്ന് പറയുന്നുണ്ട്, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. And he also continues to say, examine what you preach. ശ്രദ്ധിക്കുക ദൈവമക്കളെ, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. എന്നാൽ നീ നിന്നെ തന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കുവാനിടയായി തീരും. There Paul says, preach the word, examine yourselves, then you may be able to achieve not just yourself but the people who hear the word of God. നിനക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കണം. For you to be delivered, for you to be redeemed, you should examine yourself and you should examine what you preach. കാനമച്ചൻ പലപ്പോഴും തന്നെ പ്രസംഗങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. A great servant of God says like this many times. ട്രെയിനും ശരിയാകണം, പാളവും ശരിയാകണം. He says like this, the train should be upright and also should be the rail. ഒരുപാട് ട്രെയിൻ വളരെ മനോഹരമായി ഉണ്ടാക്കിയതാ. There are many trains that are constructed beautifully. പക്ഷേ ശരിയായ പാളത്തിലൂടെ പോകുന്നതെങ്കിൽ
പാളം തെറ്റും അപകടമുണ്ടാകും വഴിയിൽ അവസാനിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. It is no doubt to say that though the trains are constructed beautifully, if they don't go in a good rail, they might end in a disaster. എന്നാൽ ചിലയിടത്ത് പാളം കൊള്ളാം, പക്ഷെ വണ്ടി ശരിയല്ല. But what we see in some places, the rail is good, but the train is not good. ട്രെയിനും ശരിയാകണം, പാളവും ശരിയാകണം. The train should be good, so should be the rail. ജീവിതവും ശരിയാകണം, ഉപദേശവും ശരിയാകണം. Our life should be upright, so should be what we preach. നാം നമ്മെ തന്നെ സൂക്ഷിക്കണം, നമ്മുടെ ഉപദേശത്തെ സൂക്ഷിക്കണം. We must keep up, we must examine ourselves and also what we ഇന്ന് രാത്രി സ്നേഹിതരെ, നമ്മുടെ ജീവിതം നാം സൂക്ഷിക്കുന്നു എന്ന്, നമ്മുടെ ഉപദേശം നാം സൂക്ഷിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഉറപ്പുവരുത്തേണ്ട രാത്രിയാണ്. We must make sure that what we follow in our personal life and what we preach is Make upright. it sure that you move in the right track. ശരിയായ പാതയിലാണ് നിന്റെ ജീവിത വണ്ടി ഓടുന്നതെന്ന് ഇന്ന് രാത്രി സ്നേഹിതാ നീ ഉറപ്പുവരുത്തണം. Make sure that you are moving in the right path. രണ്ട് വഴികളിലൂടെ മാത്രമേ യാത്രയുള്ളൂ എന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം. You should understand that you can travel only in two ways. ഒന്നുകിൽ നിത്യതയിൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുന്ന വഴിത്തരയിലൂടെയാണ് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. You are either following in the right path which leads you to eternal life. അല്ല എങ്കിൽ നിത്യ നരകാഗ്നിയിൽ എത്തിച്ചേരുന്ന വഴിത്തരയിലൂടെയാണ് നിന്റെ ജീവിത വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. Or the other way is that you are going in a path which leads you to eternal fire. ഇന്ന് രാത്രി ഒരു നിമിഷം നിർത്തൂ, ഒരു നിമിഷം അത് ചിന്തിക്കൂ ജീവിത യാത്രക്കാരാ, നിന്റെ കാലടികൾ എങ്ങോട്ട്? Stop for a minute and think, where are you heading to? നാശത്തിന്റെ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം ഏതെന്നുള്ള ചിന്ത ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ മുമ്പിൽ ഉയർത്തുകയാണ്. The question Holy Spirit would like to ask is this: are you heading to that eternal destruction or are you heading to that eternal life? നാം ഉപദേശ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ, if we are not keeping hold of the creed of faith that we have, നിത്യതയുടെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടും. we may fail in reaching that eternal shore. നിരത്തിലൂടെ നിങ്ങൾ വാഹനമടിച്ചു മുന്നോട്ട് പോകുമ്പോൾ, as you drive your vehicle, വഴിതെറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, when you understand that you have lost the way, അടുത്ത ജംഗ്ഷനിൽ അടുത്ത സിഗ്നലിൽ നിങ്ങൾ U-turn എടുക്കുമെന്നുള്ളത് ഒരു സത്യമല്ലേ? it is a true fact that we will make a U-turn as we know we are going in the wrong എന്തായാലും direction. വഴിതെറ്റി ഇനി തെറ്റിയ വഴിയിലൂടെ പോകാമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വണ്ടി ഓടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. I don't think that you will believe that, oh, I have come into a wrong direction, let me go ahead in that. ഒരു താൽക്കാലിക യാത്രയിൽ വഴിതെറ്റിയാൽ നീ U-turn അടിച്ചു മടങ്ങി വരുമെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുകയാണ്, നിത്യതയിലേക്കുള്ള യാത്ര ഒരു താൽക്കാലിക യാത്രയല്ല. മടങ്ങി വരുവാൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തിൽ നീ എത്തുന്നതിന് മുമ്പ് എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുന്ന സത്യ വഴിയിലൂടെയാണ് നീ മുന്നോട്ട് പോകുന്നതെന്ന് ഇന്ന് രാത്രി നീ ഉറപ്പിക്കണം. You should make sure this evening that you are moving in that right path which leads you to eternal life. ഈ രാത്രി വഴിതെറ്റിയ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് വളരെ ഹൃദ്യമായി മടക്കി വിളിക്കുകയാണ്. The Holy Spirit is calling some people who have lost their way. നിന്നെ സ്നേഹിക്കുന്ന സ്വർഗം ഈ രാത്രി നിന്നെ മടക്കി വിളിക്കുന്നു. The loving call of heaven is asking you to come back into that path of life. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ തന്റെ ലേഖനത്തിൽ 2 പത്രോസ് 2:21 ഇങ്ങനെ പറയുന്നുണ്ട്. Apostle Peter writes like this in 2 Peter chapter 2 verse 21. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞതിന് ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. They will read that, for it would have been better for them not to have known the way of righteousness than having known it to turn from the holy commandment delivered to them. ഈ രാത്രി എന്നെ കേൾക്കുന്ന ചില സ്നേഹിതരോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ. To some of my friends who are listening to me this evening, നീ വിശുദ്ധ കൽപ്പന പരമേൽപ്പിക്കപ്പെട്ട വ്യക്തിത്വമാണ്. you are a person who have been given this creed of faith. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് സത്യത്തിന്റെ പരിജ്ഞാനം തന്നതാണ്. The Holy Spirit had given you this revelation of the creed of faith. തിരുവചനം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞവളാണ് സഹോദരി. You have understood what
the word of God is. ഒരു കാലത്ത് നീ തിരുവചന സത്യം മുറുകെ പിടിച്ച വ്യക്തിത്വമാണ്. There was at one time that you took a great hold of this word of എന്നാൽ ആ God. വിശുദ്ധ കൽപ്പനയെ നീ തള്ളിക്കളഞ്ഞിട്ട് ഈ നാളുകളിൽ മെൽബൺ പട്ടണത്തിൽ പാർക്കുമ്പോൾ ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിലും കാണുന്ന, അറിയുന്ന, കണക്കിടുന്ന സ്വർഗത്തിന് മുന്നിലാണ് നീ എന്ന് മറന്നു പോകാതിരിപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ മടക്കി വിളിക്കുകയാണ്. The Holy Spirit is calling some people back to come into the first way, into that first right path which they followed. Preach the true faith. സത്യവചനം പ്രസംഗിക്കണം. സമയപരിധി തുടരുവാൻ അവിടെ എന്നെ അനുവദിക്കുന്നില്ല. And the time limitation doesn't allow me to continue any further. വല്ലാത്ത കാലയളവിൽ പ്രമാണത്തെ ലഘൂകരിക്കുന്ന പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. In this time we can listen to many teachings which simplify the gospel that we have. ദൈവവചനത്തിൽ മായം ചേർക്കുന്ന ഉപദേശങ്ങളുടെ പിന്നാലെ പോകാതെ സത്യപ്രമാണത്തെ പ്രഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ. May the Lord give us grace to preach this word of God without adding or taking away anything from it. നാടോടുമ്പം നടുവയോടാൻ നമ്മൾ ആരും ആഗ്രഹിക്കരുത്. We should not desire to follow in the ways of the world. ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നാമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകരുത്. We should not have the desire to go in any way that the world goes. പഴമക്കാര് പറഞ്ഞിട്ടുണ്ട്, കുളമറിഞ്ഞ് വലയെറിയാൻ, വയലെറിഞ്ഞ് വിത്തെറിയാൻ. അതൊക്കെ അനുസരിച്ച് ആളുകൾ സാഹചര്യത്തിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് തലമുറയിലായാലും ഏത് സാഹചര്യത്തിലായാലും ഞാൻ സത്യപ്രമാണത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്തു നിൽക്കുമെന്ന് പറയാൻ ഇന്ന് രാത്രി തന്റെ ഇടമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? How many of you can boldly say, in whatever situation I am in, I will strongly get hold of the creed that I follow? ഒരുപക്ഷേ നിനക്ക് നഷ്ടം വന്നെന്നിരിക്കും. There might be a situation that you might lose something. അംഗീകാരം ലഭിച്ചില്ലെന്നിരിക്കും. You might lose the recognition that you have. ആൾക്കാരുടെ കയ്യടി കിട്ടിയില്ലെന്നിരിക്കും. You might lose the appreciation from നിന്നെ people. വിടക്കെന്നെ തള്ളിയെന്നിരിക്കും. Some people might disregard you. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്റെ കൂടെ നിൽക്കുവാൻ ഇവിടെ ഒരാളെ കിട്ടിയില്ലെങ്കിലും ഈ രാത്രി നീ ഹൃദയത്തിൽ ഉറപ്പിക്കണം, നിന്റെ ദൈവമുണ്ടല്ലോ, നിന്നെ വിളിച്ചവനുണ്ടല്ലോ, നിനക്ക് പ്രമാണം തന്നവനുണ്ടല്ലോ, അവൻ നിന്റെ കൂടെ നിൽക്കും. Though you may not have anyone to stand with you, you must believe that the one who gave you this creed will stand for you. ദൈവമില്ലാതെ നിന്നോടുകൂടെ ഒരു വലിയ കൂട്ടം നിന്നാലും നീ ന്യൂനപക്ഷമാ. എന്നാൽ ദൈവത്തോടുകൂടെ നീ നിൽക്കുമ്പോൾ നിന്നോടുകൂടെ നിൽക്കുവാൻ ഒരുപാട് പേരില്ലെങ്കിലും നീ ഒരു ഭൂരിപക്ഷമാണെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. You are a minority without God, but you are a majority with God. നമുക്ക് ആളുകളെ വേണം, നമ്മുടെ സഭ വളരണം, അത് ആവശ്യമായ വസ്തുതയാണ്. ദൈവം അത് ചെയ്യും. We must have people and our church should expand. God will do that. എന്നാൽ ഉപദേശത്തെ വിറ്റിട്ട് സത്യത്തിൽ മലിനത വരുത്തിയിട്ടല്ല ദൈവമക്കളെ നമുക്ക് വിശാലത വേണ്ടത്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് പ്രകാരം ഒരു ശേഷിപ്പിനെയാണ് ഈ തലമുറയിലും തമ്പുരാൻ ഈ പട്ടണത്തിൽ നോക്കുന്നത്. We should not have expansion by selling the true gospel and by adding false teachings into it. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ സത്യത്തിന്റെ മുൻപിൽ നെഞ്ചിടിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇതിനകത്തുണ്ട്. I know that there is a great group of people. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ ആത്മാവ് ഇന്ന് രാത്രി ത്രസിച്ചുകൊണ്ടിരിക്കുക. I know also some people are rejoicing because they have paid a price at one stage. ഈ രാത്രി നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രത്യാശയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുക. And the Holy Spirit is just affirming the faith and the love that you have. കഴിഞ്ഞ കാലത്ത് ചിലതൊക്കെ വിട്ടത് തെറ്റിപ്പോയെന്ന് സഹോദരി നിനക്ക് തോന്നണ്ട. തെറ്റിപ്പോയിട്ടില്ല. നീ സത്യത്തിന്റെ പ്രമാണത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. Dear sister, if you think you have lost something because you have followed this creed, don't think wrong. You have not lost anything. വീട്ടുകാരുടെ എന്റെ സമുദായക്കാരുടെ ഒക്കെ നിന്ന ഏറ്റെടുത്ത് ഞാൻ ചുവടുകളെ വെച്ച് ഉറങ്ങി തിരിച്ചത് തെറ്റായി പോയോ എന്ന് ചിന്തിക്കുന്ന സഹോദര, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിനക്ക് തെറ്റിപ്പോയിട്ടില്ല. നീ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യ കൃപയിലാണ്. Dear brother, you have not gone wrong if you think
that you have lost something when you left everything and came for this faith. ദൈവത്തിന്റെ പ്രമാണത്തിനു വേണ്ടി ദൈവമക്കളെ നമുക്ക് വിശ്വസ്തയോടെ നിൽക്കണം. Let's stand affirm to this creed of faith that മൂന്നാമത്തെ പടി അല്പ മിനിറ്റുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. I'll speak a bit more on the third step. Preserve or safeguard the true faith. The third thing is preserve or safeguard the true faith. ജോൺ കാൽവിൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ മനുഷ്യൻ ഇങ്ങനെ പറയുവാനായിട്ടിടയായി തീർന്നു. The servant of God John Calvin said like this. ഒരു യജമാനൻ ആക്രമിക്കപ്പെടുമ്പോൾ ആ യജമാനൻ വളർത്തുന്ന നായ ഒന്ന് കുരയ്ക്കുകയെങ്കിലും ചെയ്യുക സ്വാഭാവികമാണ്. It is natural for a dog to bark when his master is attacked. നിങ്ങൾ എന്നാ പറയും? നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയും പട്ടിയെ വളർത്തുന്നവരൊക്കെ ഉണ്ടെന്ന് എൻ്റെ അറിവ്. I don't know how many of you agree to that. I think you may have pet dogs at home. കാശ് മുടക്കി വളർത്തുന്നെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരെങ്കിലും കയറി ഒന്ന് ആക്രമിച്ചാൽ അത്യാവശ്യം ഒന്ന് കുരയ്ക്കുന്നതിനാണോ വെറുതെ തീറ്റ കൊടുക്കുന്നത്? Let me ask you a question. Are you paying price for a pet dog who will at least bark when you get attacked? അത്രയും ചെയ്യാത്തതിനെയാ വളർത്തുന്നുണ്ടെങ്കിൽ ചുമ്മാ അഴിച്ചു വിടുന്നേ പോട്ടെന്നേ. If you have a pet dog which cannot at least bark for you, you must let ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are living in a day when the truth of God is being attacked from all sides. അടങ്ങിയിരിക്കാൻ നിനക്ക് പറ്റുമോ സഹോദരാ? Can you just keep quiet, dear brother? മൗനമായിരിക്കാൻ നിനക്ക് കഴിയുമോ സഹോദരി? Can you sit quiet, dear sister? നീ നാവെടുത്ത് സംസാരിക്കേണ്ട സമയമല്ലയോ ഇത്? Isn't it the time that you should rise up and talk about? മുഴങ്കാലിലിരുന്ന് ആത്മാവിൽ പോരാടേണ്ട കാലഘട്ടമല്ലയോ ഇത്? Isn't it the time that you should come on your knees and pray for it? ഇരുട്ടിന്റെ അധികാരങ്ങൾ ആത്മീക മണ്ഡലത്തെ ഗ്രസിക്കുവാനായിട്ട് സർവശക്തിയോടും കൂടെ ഈ ദിവസങ്ങളിൽ പദ്ധതി തയ്യാറാക്കുമ്പോൾ ആത്മീകരായ ദൈവമക്കൾ ഉണർന്നെഴുന്നേൽക്കുവാനിടയായി തീരട്ടെ. When the force of darkness try to capture the truth, we must be able to fight for it. സത്യത്തിന്റെ പ്രമാണം ഏറ്റെടുത്ത വിശുദ്ധന്മാർ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഉണർന്നെഴുന്നേൽക്കാനിടയായി തീരട്ടെ. The people of God who have this creed of faith must rise up from their sleep. നാം ഈ തലമുറയിൽ എഴുന്നേൽക്കാൻ തയ്യാറായാൽ, if we are able to rise in this generation, ആത്മാവിൽ പോരാടാൻ തയ്യാറായാൽ, if we are able to fight in this generation, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി ദൈവമക്കൾ പോരാടാൻ തയ്യാറായാൽ, if we are able to stand firm for this faith which was once given, ആത്യന്തികമായി ജയം നമുക്കാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? How many of you believe that eternal victory belongs to us? ദുരുപദേശങ്ങൾക്ക് ജയിക്കാൻ കഴിയുകയില്ല. False teachings cannot win. ദുരുപദേഷ്ടന്മാർക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. False teachers cannot win. ദൈവത്തിന്റെ വചനം അത് സത്യമാണ്, അതെന്നും ജയിച്ചുകൊണ്ടേയിരിക്കും. The word of God is true and it will win. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി അഭിമുഖീകരിച്ച സകല ആക്രമണങ്ങളെയും അതിജീവിച്ച് സത്യവചനം ഇന്ന് രാത്രിയും നിൽക്കുന്നുണ്ടെങ്കിൽ, the word of God has won against every attack over the last 20 years. എന്റെ കർത്താവിന്റെ വരവ് വരെ ഈ സത്യവചനവും പഥ്യോപദേശവും അതിന്റെ വിശുദ്ധിയിൽ നിലനിൽക്കുമെന്ന് ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. We can boldly proclaim that until the coming of Jesus, this word of God will stand firm. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, tonight the people of God who are listening to me, നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രമാണമുണ്ടല്ലോ, the creed of faith which we have, അത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്ന പ്രമാണമാണ്. it is a creed of faith which we can അത് trust. നമുക്ക് അനുസരിക്കാൻ കൊള്ളാകുന്ന പ്രമാണമാണ്. It is a creed of faith which we can obey. അത് നമുക്ക് ജീവൻ നൽകാൻ കൊള്ളുന്ന പ്രമാണമാണ്. It is a creed of faith which can give us life. രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് ജീവൻ നൽകാൻ കൊള്ളുന്ന ഒരു പ്രമാണമാണ് ഞാൻ മുറുകെ പിടിക്കുന്നതെന്ന്? How many of us believe that this creed of faith can give us life? പ്രിയമുള്ളവരെ, സ്വപ്നത്തിൽ കാണുന്ന ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഈ ഓസ്ട്രേലിയയിൽ നിന്ന് പോലും ആളുകൾ അങ്ങ് മിഡിൽ ഈസ്റ്റിലേക്ക് വണ്ടി കയറുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിലനിൽക്കുന്ന നിത്യതയിൽ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്ന പ്രമാണത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ഇന്ന് രാത്രി തന്നോടുമുള്ള ദൈവമക്കളെ, ഇതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ഉണർത്തുന്ന രാത്രിയാണ്. The Holy Spirit is encouraging you to stand firm for this eternal living word of God. ഞാനും നിങ്ങൾ കൈകളിൽ എന്തുന്ന ഈ വിശുദ്ധ വേദപുസ്തകം ഉണ്ടല്ലോ, the word of God that we take hold in our hand, ഇത് വെറുതെ നമ്മുടെ കയ്യിൽ വന്നതല്ല. it is not just come into our hands. ഈ പ്രമാണത്തിന് വേണ്ടി എത്ര പേര് വില കൊടുത്തെന്നറിയാമോ? You know how many people have paid price for this? ഈ പ്രമാണത്തിന് വേണ്ടി എത്ര പേര് ജീവൻ കൊടുത്തെന്നറിയാമോ? You know how many have sacrificed their lives for ഈ it? സത്യപ്രമാണത്തിന് വേണ്ടി എത്ര പേരെ ചുട്ടരിച്ചെന്നറിയാമോ? You know how many have been burned alive for this cause? എന്റെയും നിന്റെയും കയ്യിൽ ഈ പുസ്തകത്തിന്റെ പരിഭാഷ വരാൻ, and for the translation of this word to come into our hands, ജോൺ ഹസിനെ പോലുള്ള ദൈവത്തിന്റെ ഭൃത്യന്മാര് ജീവനോടെ തീയിൽ എരിഞ്ഞവരാണെന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. we must understand that many servants of God has paid a great price. ഈ രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, people of God who are listening to me this evening, ദൈവത്തിന്റെ സത്യപ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? how many of you who are gathered here have got the privilege to stand firm for this? മൂന്ന് തരത്തിലുള്ള ആളുകളെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. I see three category of people here. അതിൽ ആദ്യത്തെ കൂട്ടം എന്ന് പറയുന്നത്, and the first category of people, ദൈവത്തിന്റെ സത്യപ്രമാണം ഇതുവരെ തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുവാൻ കഴിയാത്ത ഒരു ന്യൂനപക്ഷമാണ്. and the first category of people are a group of minors who have not been able to receive this word of God. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത്, and what I wish to exhort you by the power of the Holy Spirit is, സഹോദര സഹോദരി, dear brother and sister, ദൈവവചനത്തിന്റെ സത്യപ്രമാണത്തിന് വേണ്ടി and to stand for this true word of God. ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാനുള്ള മനസ്സ് ഈ രാത്രി നീ കാണിച്ചാൽ ഈ രാത്രി നിന്റെ അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. and if you show a heart to receive this word of God, this night will be a night of നീ blessing. വന്നതുപോലെ ഈ ആലയം വിട്ട് മടങ്ങി പോകത്തില്ല. ദൈവം നിന്നെ വ്യത്യസ്തയാക്കി പുതുക്കി പണിത് പുത്തൻ അനുഭവത്തോടെ ഇന്ന് രാത്രി ഇവിടെ നിന്ന് മടക്കി അയക്കുവാനിടയായി തീരും. and if you make such a decision, God will change your life and will send you away differently than what you came in. രണ്ടാമതൊരു കൂട്ടം ആളുകൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. there is a second category of people that are seated here. അവരാരെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് ഈ സത്യപ്രമാണത്തെ മുറുകെ പിടിച്ചവരും, and they are the category of people who once held on to this creed of faith. സാഹചര്യം മാറിയതിനനുസരിച്ച് ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനയെ പുറകിലെറിഞ്ഞ് മറ്റുള്ളവരിൽ ഒരാളായി മറഞ്ഞു ജീവിക്കുന്നവരുമായ ചിലരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നു. and there is a second category of people who the Holy Spirit see that they have forsaken this gospel according to their situation. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ പിന്മാറ്റത്തിൽ നിന്ന് ഒരു മടങ്ങി വരവ് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന സ്വർഗം നിനക്ക് മുകളിൽ തുറന്നിരിക്കുന്നു എന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. The Holy Spirit would like to remind you, dear brother and sister, that there is a heaven who is waiting to receive you back. മൂന്നാമതൊരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. there is a third category of people here. അവർ വളരെ പ്രത്യേകതയുള്ളവരാണ്. they are a people with great difference. അവരാരെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് പ്രമാണം കൈകളിൽ എന്തിയവർ, there are ones who held this great creed of faith, എന്നും ആ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവർ, and they still hold on to that, ആ പ്രമാണത്തിന്റെ സാക്ഷികളാകുന്നവർ, and the spokespersons of those ഈ creeds. ലോകം കീഴ്മേൽ മറിഞ്ഞാലും, although the world may turn upside down, എനിക്കുള്ളതെല്ലാം നഷ്ടമായാലും, although I may lose whatever I have, ആരുടെ മുമ്പിലും എനിക്ക് അംഗീകാരം ലഭിച്ചില്ലെങ്കിലും, although I may not get recognition before anyone, ദൈവത്തിന്റെ സത്യപ്രമാണത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന്, and they declare that I will stand for this word ഈ of God, സത്യപ്രമാണത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന്, and I will lift up this word of God, ഈ പ്രമാണമാണ് എന്റെ ജീവന്റെ ആധാരമെന്ന്, and this creed is the means of my living. ഈ പ്രമാണത്തിന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ അതിന് തയ്യാറാകുമെന്ന് സമർപ്പണമുള്ള ഒരു ചെറിയ കൂട്ടം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. I praise and thank God for the minority group who is ready to say, I'm ready to sacrifice my life. ഞാൻ പറയപ്പെട്ട മൂന്ന് ഗ്രൂപ്പിൽ ഏതിലാണ് നിങ്ങളെങ്കിലും, although whichever category you may belong to, ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളിൽ ഒരു വിശുദ്ധ വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എടുക്കുവാൻ മനസ്സുണ്ടോ? if you have this word of God, would you like to take it in your hands? പുസ്തകമില്ലെങ്കിൽ നിങ്ങളുടെ ഐപാഡ് ആകട്ടെ, ടാബ് ആകട്ടെ, നിങ്ങളുടെ ഫോണിലാകട്ടെ, തിരുവചനം ഉണ്ടെങ്കിൽ അതൊന്ന് ഉയർത്തിപ്പിടിച്ച ദൈവമക്കളെ, whatever means you may have, either your iPad or iPhone or any other means, just lift it up.
ഈ നിത്യപ്രമാണം, ഈ വിശുദ്ധ പ്രമാണം, ഈ സത്യപ്രമാണം, ഈ പ്രമാണത്തിനു വേണ്ടി ഞാൻ ജീവിക്കുമെന്ന്, ഈ പ്രമാണത്തിൽ അടിയുറച്ച് ഞാൻ എന്റെ ചുവടുകളെ വയ്ക്കുമെന്ന് നിശ്ചയദാർഢ്യമുള്ള ദൈവമക്കൾക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? And those of you who declare to say that I will stand for this word, can you please stand up? ഇന്ന് രാത്രി ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. We are making a public declaration this evening. മാറ്റമില്ലാത്ത അഗ്നിമയമായ ഒരു പ്രമാണം ദൈവം നമ്മുടെ കയ്യിൽ തന്നു. God has given us a never changing very law in our hands. ഈ പ്രമാണം നമുക്ക് ജീവൻ തന്നു. This law has given us life. പോൾ ഗോപാലകൃഷ്ണൻ എന്ന ദൈവദാസൻ പറയുന്നത് പോലെ ഈ പുസ്തകത്തെ ഞാൻ ഉയർത്തി, ഈ പുസ്തകം എന്നെയും ഉയർത്തി. Like Pastor Paul says, I have lifted this word and this word has lifted me. സഹോദരാ, ഈ പുസ്തകത്തെ നീ ഉയർത്ത്, ഈ പുസ്തകം നിന്നെ ഉയർത്തും. Dear brother, lift up this word. This word will lift you up. സഹോദരി, ഈ പുസ്തകത്തെ നീ മാനിക്ക്, ദൈവം നിന്നെ മാനിക്കും. Dear sister, honor this word. This word will honor you. ഈ പുസ്തകത്തിന്റെ മാന്യത നിന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി പരിണമിക്കുന്ന തിരുവചനം കരങ്ങളിലെ ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Give honor to the word of God which we hold in our hands. ഈ രാത്രി എല്ലാ തലകളും ദൈവത്തിൽ വണങ്ങിയിരിക്കുമ്പോൾ, let every head be bowed down, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ as അടയപ്പെട്ടിരിക്കുമ്പോൾ, every eye remain closed, സത്യത്തിന്റെ പ്രമാണത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ, to dedicate to this law, to this creed of faith. സമർപ്പണമുള്ളവർ ഒരു പുനർസമർപ്പണത്തിനായി തയ്യാറാകുവാൻ, those who are ready to commit at once or again. ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. The Holy Spirit is asking us. സത്യപ്രമാണത്തെ നാം വിശ്വസിക്കണം. We should believe this creed of faith. സത്യപ്രമാണത്തെ നാം പ്രസംഗിക്കണം. We should preach this word of ഈ സത്യപ്രമാണത്തെ നാം കാത്തു സൂക്ഷിക്കണം. We should possess and we should preserve this word of God. വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസം, the eternal word of God which was once delivered to all saints. അതിനുവേണ്ടി പോരാടുവാൻ യൂദാ അപ്പോസ്തലന്റെ പ്രബോധനം, and Apostle Jude exhorts us to fight for it. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് സത്യപ്രമാണത്തോടെ എത്രമാത്രം നീതി പുലർത്തുവാൻ, വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് കഴിയുന്നു. Let's examine how much can we give back to this creed of faith. സ്വന്തം നെഞ്ചിനോട് വിശുദ്ധ വേദപുസ്തകം ചേർത്ത് വെച്ച് പറയാൻ നമുക്ക് കഴിയണം. We should be able to take hold of this word of God and say, കർത്താവേ, അങ്ങയുടെ നിത്യപ്രമാണം, dear God, your eternal creed, ഈ രാത്രി ഞാനത് മുറുകെ പിടിക്കുന്നു. I take hold of it. എന്റെ നെഞ്ചോട് ഞാൻ ആ പ്രമാണത്തെ ഇന്ന് രാത്രി ചേർക്കുന്നു. I keep it close to my heart. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു. The Holy Spirit is speaking to some people. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്ന് സഭയോട് ആത്മാവ് ദൂത് പറയുന്നത് പോലെ, and just like how the Holy Spirit says, though you had little faith, you preserved my word. നിന്റെ ജീവിത അനുഭവങ്ങളിൽ തിരുവചനം കാക്കാൻ നീ കാണിക്കുന്ന വ്യഗ്രതയെ ഇന്ന് രാത്രി സ്വർഗം നീതിയായി കണക്കിടുകയാണ്. And the heaven is going to acknowledge as righteousness for the great hold that you have for this word of God. ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണത്തിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Let us submit to this creed of faith. May God bless us. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാകാതെ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാകാതെ മഹത്യാഗത്തെ, പകരം എന്തോ ഞാനീ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ, പകരം എന്തോ ഞാനീ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത്, അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും
സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത് അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിമഹത്തായ വിശ്വാസത്തിനാൽ കരമൊഴുത്തി ഒരു നിമിഷം ദൈവത്തോട് നന്ദി പറയാം. ഈ ദിവസങ്ങളിൽ അതേറ്റു പറയുവാൻ ദൈവം നമ്മുടെ നാവുകളെ ബലപ്പെടുത്തുന്നതിനാൽ ദൈവത്തോട് നന്ദി പറയാം. ആ സത്യ വിശ്വാസം യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ ഉള്ള പ്രാഗൽഭ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നതോർത്ത് കരമൊരു ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ആ സത്യവിശ്വാസത്തിനെതിരായി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനൊരു ചെറുവിരലെങ്കിലും അനക്കുമെന്ന് ആമേ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ തീരുമാനമെടുത്ത ദൈവജനം ആമേ കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ദൈവസ്ഥലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന് ആധാരം ദൈവത്തിന്റെ വചനം മാത്രം. നമ്മുടെ ആമേ രക്ഷയ്ക്ക് നിദാനം വിശ്വാസം മാത്രം. നമ്മുടെ രക്ഷകൻ യേശു കർത്താവ് മാത്രം. കൃപയാൽ മാത്രം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സകല മഹത്വവും ബഹുമാനവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശുവിന്റെ നാമത്തെ ഒന്ന് ഉയർത്താം. യേശുവെ ഒന്ന് ഉറക്കെ വിളിച്ചാൽ, യേശുവെ ഒന്ന് ഉറക്കെ വിളിച്ചാൽ സകല നാമത്തേക്കാൾ മേലായവനാണ്. ഹല്ലേലൂയ. ആമേൻ.